ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ നമ്മൾ ആദ്യം വൈറ്റ് കളർ കൊടുത്തിട്ടാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ബേൺ സിയന്ന വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിരിക്കുകയാണ്. ആദ്യം പെൻസിൽ കൊണ്ട് ബട്ടർഫ്ലൈ വരച്ചു, അതിനുശേഷം ബേൺ സിയന്ന എന്നുള്ള കളർ വെച്ചിട്ട് ഔട്ട്ലൈൻസ് മാത്രം വരച്ചു കൊടുത്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വൈറ്റ് കളർ എടുത്തു, ഫാബ്രിക് കളറിൻ്റെ വൈറ്റ് കളറാണ് എടുക്കുന്നത്. ഓക്കെ, ഫാബ്രിക് കളറിൻ്റെ വൈറ്റ് കളർ എടുത്തിട്ട് ഈ ബട്ടർഫ്ലൈൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം വൈറ്റാണ് നമ്മൾ ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്, അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബേസ് കോട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പെൻസിൽ കൊണ്ട് വരച്ച ഔട്ട്ലൈൻസ് ഒക്കെ മാഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് ഒന്ന് ക്ലിയറായിട്ട് ഔട്ട്ലൈൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേൺ സിയന്ന വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വളരെ ചെറുതായിട്ട് നമ്പർ 3 ബ്രഷോ അല്ലെങ്കിൽ നമ്പർ 2 ബ്രഷോ ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫുൾ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ വൈറ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഔട്ട്ലൈൻസ് മാഞ്ഞു പോവാതെ സെയിം ആയിട്ട് അങ്ങനെ തന്നെ മാഞ്ഞു പോകാണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ ബേസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഫുൾ വൈറ്റ് കൊടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഫുൾ വൈറ്റ് അടിച്ചു കഴിഞ്ഞു. നമ്മൾ കൂടുതലും ഈ വൈറ്റ് കളർ ബേസ് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സസ്, ഇപ്പോൾ വൈറ്റും ഓഫ് വൈറ്റും അല്ലാണ്ട് വേറെ കളർ ഡ്രസ്സുകളിൽ ചെയ്യണ സമയത്ത് പെയിൻറ്റിങ് നന്നായിട്ട് എടുത്ത് കാണിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വൈറ്റ് കോട്ട് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. വൈറ്റ് കോട്ട് കൊടുത്താലാണ് പെയിൻറ്റിങ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് കോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പം ഇതിലിപ്പോൾ എടുക്കുന്ന കളറ് ബ്ലൂ ആണ് എടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് കളറ് പാരലാക്കുകയാണ്. നമുക്ക് അധികം കളർ ആവശ്യമില്ല. കുറച്ച് ചെറുതായിട്ട് വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 ഡ്രോപ്പ് ബ്ലൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ, ഇത് ബ്ലൂ ഏത് കളർ ബ്ലൂ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പേർഷ്യൻ ബ്ലൂ ആണ്, അൾട്രാമറൈൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അൾട്രാമറൈൻ ബ്ലൂ. അതിനുശേഷം ഈ ബട്ടർഫ്ലൈ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ബ്ലൂ കളർ എടുത്തു. ബ്രഷിൽ കുറച്ച് ബ്ലൂ കളർ അവൈലബിൾ ആണ്. അതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ലൈറ്റായിട്ട് ഒന്ന് ബ്രഷ് വാഷ് ചെയ്തു, ചെറുതായിട്ട് പെയിൻ്റ് എടുത്തു, ലൈറ്റായിട്ട് അടിച്ചു കൊടുത്തു. അതിന് ശേഷം ബ്രഷ് വാഷ് ചെയ്തു, എന്നിട്ട് ആ പെയിൻറ്റിനെ തന്നെ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ആ പെയിൻറ്റിനെ എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. കുറച്ചും കൂടി എടുത്തു. ഇവിടെ ഈ അറ്റത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ട് ടോണ് വേണം എന്നുള്ളത് കൊണ്ട് കുറച്ചിവിടെ ഡാർക്കർ ടോണ് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ബ്രഷ് ഒന്ന് തുടച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ചും കൂടി ലൈറ്ററാക്കിയിട്ട് ആക്കാനായിട്ട് നന്നായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി അടുത്ത ഇതിൻ്റെ ഈ പോർഷനിലൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കറാക്കി, എന്നിട്ട് ഈ എൻഡിലോട്ട് ആ ഡിസൈൻ്റെ അവിടെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് കൊടുത്തു. എന്നിട്ട് ബ്രഷ് ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് വെള്ളം കളയുന്നേ ഉള്ളൂ, അങ്ങനെ തുടച്ച് ഡ്രൈ ആയിട്ടൊന്നും എടുക്കണില്ല. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഇനി അടുത്തതിൽ വരുമ്പോൾ ഇവിടെ ഈ ഒരു ഡിസൈനിൻ്റെ പോർഷൻ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വേറെ കളറാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പോർഷൻ വെറുതെ വിടുന്നത്. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ എൻഡിലാണ് നമ്മൾ കളറ് അധികമായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കളറ് ആ ഒരു കളർ പിന്നെ കുറവായി വരികയാണ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ്, അതായത് ബ്രഷ് ഡ്രൈ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കളർ ഇവിടെ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ എൻഡിൽ കുറവായും തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ബ്രഷ് നന്നായിട്ട് ബ്ലൂ കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പാലറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്നുകൂടി ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ രീതിയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ ഈ പോർഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഒന്നുകൂടി മനസ്സിലാവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഷാർപ്പൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ബ്ലൂ കളർ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഷെയ്ഡിങ് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം അവിടെ കുറച്ചധികം ഈ എൻഡിലധികവും ഇവിടെ കുറച്ചും. അപ്പോൾ ആ പെയിൻറ്റിനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബ്രഷ് തുടച്ചിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പെയിൻറ്റ് ബ്ലൂ കളർ വന്നു അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ച് വൈറ്റ്, കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം വൈറ്റ് എടുത്തിട്ട് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ബട്ടർഫ്ലൈ. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, ബ്ലൂവിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലൂ എടുത്തുവെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. അറ്റത്ത് മാത്രം കുറച്ച് ഡാർക്കൺ ചെയ്തിട്ട് പിന്നെ ലൈറ്ററിലോട്ട് വരികയാണ് ചെയ്യുന്നത്. കുറച്ച് വൈറ്റ് എടുത്തിട്ടുണ്ട്, ബ്രഷിൽ കുറച്ച് വൈറ്റ് ഉണ്ട്. എന്നിട്ട് ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ,
ഇൻ കേസ് അങ്ങനെ നിങ്ങൾക്ക് അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു എവിടെയാണോ കളർ അധികം തോന്നുന്നത് അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ പോർഷൻ, ഈ ബ്ലൂ കളർ കൊടുക്കുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ കളർ കൊടുക്കാം. അപ്പോൾ ബാക്കി കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേൺ സിയെന്ന ആണ്. അപ്പോൾ ബേൺ സിയെന്ന എടുത്തിട്ട് അവിടെ ഫുള്ള് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബേൺ സിയെന്ന ആണ്. ബേൺ സിയെന്ന എടുത്തിട്ട് കുറച്ച് ലൂസൺ ചെയ്യാനായിട്ട് പെയിൻറ്റ് കട്ടി ഓടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ബേൺ സിയെന്ന കൊടുത്തു. ബേൺ സിയെന്നയാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. ബേൺ സിയെന്ന കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷനിൽ നമ്മൾ, അതായത് ഈ ഹെഡിൻ്റെ അവിടെ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹെഡിൽ ബ്ലാക്ക്. ഓക്കെ,
എന്നിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. വളരെ ലൈറ്റായിട്ട് പെയിൻ്റ് എടുക്കുക. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കുക. ഞാൻ നമ്പർ 3 ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലും അതേപോലെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യണത്. ബ്ലാക്ക് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഈ തിന്ന് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെയൊക്കെ ലൈൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്.
ബട്ടർഫ്ലൈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ. ഇനി ഇതിന് 2 കണ്ണ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇതേ ഒരു ടെക്നിക്കിൽ തന്നെയാണ് ഈ ഫ്ലവറും പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കുറേ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്യുന്ന പ്രീവിയസ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് ആണോ ഇഷ്ടം അത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ കൊടുത്ത പോലെ തന്നെ ഇതും കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല, ഒരുപാട് വലിയ വീഡിയോ ആയി പോവും. ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസിൽ. അപ്പോൾ അതേ ഒരു ടെക്നിക്കിൽ തന്നെയാണ് ഈ ഫ്ലവറും ചെയ്യേണ്ടത്. അപ്പോൾ കണ്ണ് എങ്ങനെയാണ്, ജസ്റ്റ് ഒരു 2 ഡോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഈ ബട്ടർഫ്ലൈക്ക്. വേറെ നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ ബ്രഷ് എടുക്കുക. 0 ബ്രഷോ നമ്പർ 1 അങ്ങനെ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത്രയേ ആവശ്യം. ഓക്കെ, ചെറിയ ബട്ടർഫ്ലൈ ഇതായത് കാരണം നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഡ്രസ്സിൽ പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.